അവിടെ കാട്ടുപോത്ത് ഇപ്പോഴും അലയുകയാണ്. ഇനിയുള്ള ആളുകളെ രക്ഷിക്കണമെങ്കിൽ അതിനെ വെടിവെക്കാനുള്ള കൊല്ലാനുള്ള ഉത്തരവ് കലക്ടർ ഇവിടെ പ്രഖ്യാപിക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും വധിക്കപ്പെടും. അതിനുവേണ്ടിയാണ് ഇത് സമരമല്ല, ഒരു വലിയ നിലവിളിയും അപേക്ഷയുമാണ് ഈ അധികൃതരല്ലേ. ഇപ്പോൾ പോലീസ് മോർച്ചറിലേക്ക് മാറ്റി വരും, അതാണ് ഞങ്ങൾ തടയുന്നു. ഞങ്ങളെ തടഞ്ഞ് ഞങ്ങളെ പിടിച്ചു പറഞ്ഞ പോലീസ് ഞങ്ങളിവിടെ കിടക്കും, ഇവിടെ കിടക്കും. ഞങ്ങൾ എന്തിനാ സാധിക്കുള്ളൂ? അല്ലെ കലക്ടർ വിട്ടുകൊടുക്കണം. എന്താണ് ഡിമാൻഡ് ഉള്ളത്? അല്ല, ഈ വെടിവെച്ച് കൊല്ലണം. ഇപ്പോഴും കൂരാച്ചുണ്ടിൽ ജനങ്ങളുടെ ജീവന ഭീഷണിപ്പെടുന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ കലക്ടർ ഒന്ന് ഉത്തരവിടണം. ന്യായമായ ആവശ്യമല്ലേ, അത് ചെയ്യട്ടെ. ഇപ്പോഴും അവിടെ ജനങ്ങൾ അങ്കലാപ്പിലാണ്. അല്ലാതെ എന്നിട്ട് മതി. ഇനിയൊരു ഗതികേട് ഈ സമരം മറ്റവർക്ക് ഉണ്ടാകാൻ പാടില്ല. കൃഷി ചെയ്യുന്ന സമയത്താണ് അത് അദ്ദേഹത്തിന്റെ തോട്ടത്തില്ല, കൃഷി തോട്ടത്തിലുണ്ടാക്കി അദ്ദേഹത്തെ പറമ്പുണ്ടായിരിക്കുന്നത്. കുടിയേറ്റ കർഷകനായിരുന്നു. കുടിയേറ്റ കർഷകൻ കൃഷിഭൂമിയിലാണ് പണിയെടുക്കുന്ന സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മേഖല കാട്ടുപോത്ത്, ഇദ്ദേഹത്തിന്റെ പറമ്പിൽ ഈ മേഖല കാട്ടുപോത്ത് ശല്യം ഉണ്ടായിരുന്നു. കാട്ടുപോത്ത് ശല്യം ഒരു 2 മാസം മുമ്പ് അതിന്റെ മോൾ ഭാഗത്താണ് കക്കയും ഹൈഡ്രോ ടൂറിസത്തിലാണ് എറണാകുളത്ത് നിന്ന് വിനോദസഞ്ചാരികളെ ആക്രമിച്ച് പരിക്കേറ്റ് ഗുരുതരമായി പരിക്ക് പറ്റിയത്. ഇത് ഈ സ്ഥലത്തിന്റെ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ ഇതിന്റെ മേൽഭാഗമാണ്. ഇത് അന്ന് തുടങ്ങി ആവശ്യപ്പെടുന്നുള്ളതാണ് ഇതിനെ ഈ അക്രമകാരിയായ കാട്ടുപോത്തുകളെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. ഇന്നലെ ആണെങ്കിൽ കൂരാച്ചന്റെ കാട്ടുപോത്ത് ഇല്ലെങ്കിൽ രാത്രി കൂരാച്ചന്റെ ടൗണിലൊക്കെ കാട്ടുപോത്ത് എത്തിയിരുന്നു. അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്? ആ ഒരു 12 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്താണ് ഇന്നലെ കൂരാച്ചന്റെ ടൗണിൽ കാട്ടുപോത്ത് ആക്രമണം വന്നത്. വളരെ ഗുരുതരമായ സ്ഥിതിയാണ്. സെയിം കാട്ടുപോത്താണെന്ന് സംശയമുണ്ട്, അതോ വേറെ കാട്ടുപോത്താണ്? അത് കാട്ടുപോത്തിന് 2-3 എണ്ണം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമിച്ചതാണ് ഇന്നലത്തെ ആണോ ഇന്നത്തെ പറയാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. സംഭവം ഉണ്ടായ ഫോറസ്റ്റുകാർ അവിടെ കാവൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഫോറസ്റ്റുകാരുണ്ട്, 2-3 ഫോറസ്റ്റുകാരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അത്രയല്ലേ സംവിധാനം അവർക്കുള്ളൂ. ഫോറസ്റ്റിന് സംവിധാനം. അപ്പോൾ ഇത് സബ്സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഡെപ്യൂട്ടി റേഞ്ചറുണ്ട്, 2-3 ഗാർഡുമാരുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? അവിടെ നമ്മുടെ ഫോറസ്റ്റ് വാച്ചർക്ക് 2 പേർക്ക് ആന വന്നപ്പം പടക്കം പൊടിച്ച് 2 പേർക്ക് പരിക്ക് പറ്റി. ആന വന്നപ്പം കഴിഞ്ഞ ദിവസം ഫോറസ്റ്റിന്റെ വാച്ചർമാർക്ക് 2 പേർക്ക് പരിക്ക് പറ്റി. കൈക്ക് വലിയ ഗുരുതരമായ പരിക്കാണ് ഉണ്ടായത്. ആനശല്യം പൊതുശല്യം ഉണ്ടായി. വെടിവെച്ച് കൊല്ലണമെന്ന് കളക്ടർ ലെറ്റർ കൊടുത്തില്ലായിരുന്നു പ്രസിഡന്റ്, അതിൽ മറുപടി എന്തെങ്കിലും? ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ആ പാടെ കളക്ടർ നേരം പറഞ്ഞത് മയക്കുവെടി വെക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാം, DFOയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംവിധാനം ഉണ്ടാകും. പക്ഷേ വയനാട്ടിലാണ് മയക്കുവെടി വെക്കുന്നത് സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ടീമുള്ളത്. പക്ഷേ അവരവിടെ വേറെ ഇതുപോലത്തെ ഒരു ആനനെ പിടിക്കാൻ നടക്കുവാണ്. അപ്പോൾ ഒരു സംവിധാനം ഇന്നലെ അവിടെ ഉണ്ടായിട്ടില്ല, കുരാച്ചിലേക്ക് വന്നിട്ടില്ല.